സമസ്തയുമായി ബന്ധപ്പെട്ട ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അതോടൊപ്പം തന്നെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ഒരു 9 അംഗ സമിതിയെ ഉന്നതതല സമിതിയെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ അംഗം സഫാരി സൈൻലാബ്ദീൻ എന്നറിയപ്പെടുന്ന സൈൻലാബ്ദീൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് സമസ്ത ലീഗ് ചർച്ചകളിലെ മധ്യസ്ഥൻ കൂടി ആയി പലപ്പോഴും ഉണ്ടാകാറുള്ളത്. നമുക്ക് ആ സമിതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടി അദ്ദേഹത്തോട് ചോദിക്കാം. ഇപ്പോൾ സമസ്തയിലെ ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ചുള്ള നിരവധി ചർച്ചകൾ വന്നതിനെ തുടർന്നാണ് ഒരു സമിതി 9 അംഗ സമിതി ഉന്നതതല സമിതി രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് എന്താണ് ആ സമിതിയിലൂടെ ഉദ്ദേശിക്കുന്നത്? എങ്ങനെ പോകുന്നു ആ ചർച്ചകൾ? തീർച്ചയായും അതൊരു ഗൗരവേറിയ കുറച്ച് കാലങ്ങളായി ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ചില ചർച്ചകളൊക്കെ നടന്നെങ്കിലും ഒരു ഗൗരവമേറിയ സമിതിയാണ് ഇപ്രാവശ്യം രൂപീകരിച്ചിരിക്കുന്നത്. ഏറ്റവും ബഹുമാന്യരായ സീനിയറായ പാണക്കാട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ബഹുമാന്യനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും ഇത്തരം കാര്യങ്ങളെ കാലത്തും മുമ്പിൽ നിന്ന് നയിക്കുന്ന ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഒപ്പം തന്നെ സംസ്ഥയുടെ സീനിയറായ വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറിയൊക്കെ ആയ MT ഉസ്താദ്, ഖജാജി കോയോട് ഉമർ ഉസ്താദ്, മൂസക്കുട്ടി ഹസ്രത്ത്, അതോടൊപ്പം ഞാനും ബഹുമാന്യരായ അബ്ദുൽ ഹമീദ് ഫൈസിയും സമദ് പൂക്കോട്ടൂരും ചേർന്നതാണ് ഈ സമിതി. അത് കഴിഞ്ഞ 4-5 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ സമിതി രൂപീകരിച്ചത്. അത് കഴിഞ്ഞ ഉടൻ തന്നെ ബഹുമാന്യനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ 100-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് മലേഷ്യയിൽ ഒരു വലിയ ചടങ്ങുകൾക്ക് പോയിട്ടാണുള്ളത്. അദ്ദേഹം വന്നതിന് ശേഷമാണ് തീർച്ചയായും ഈ സമിതി കൂടുകയും ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുക. പക്ഷെ ഇവിടെ പറയാനുള്ളത് അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഈ വിഷയം തീർച്ചയായും പരിഹരിക്കാൻ സാധിക്കും, പരിഹരിക്കപ്പെടും. അത്ര കുറേ മാറി നിന്ന് സംസാരിക്കുമ്പോൾ വലിയ ഗൗരവങ്ങളൊക്കെ പറഞ്ഞ് കേൾക്കുന്നെങ്കിലും അത്ര വലിയ പ്രത്യാരോപണങ്ങളോ സാമ്പത്തിക ഇഷ്യൂസോ അതല്ല സ്ഥാനമാനങ്ങൾക്കോ ഇലക്ഷനിൽ വേണ്ട സ്ഥാനമാനങ്ങളോ ഇത്ര വിഷയങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു സമസ്തയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ചില കാര്യങ്ങളുമായാണ് ഈ പ്രശ്നം ഉടലെടുത്തത്. അപ്പോൾ ആ വിഷയം ചർച്ച ചെയ്ത് തീരാനും അതുപോലെ തന്നെ ഇപ്പം സമസ്തയുടെ 100-ാം വാർഷികം നടക്കുകയാണ്. ഇങ്ങനെ ഇന്ത്യയിൽ തന്നെ ഒരു മതസംഘടന ഇത്രമാത്രം ചിട്ടവട്ടമായി 100 വർഷം ഒരു സമുദായത്തിൻ്റെ ഉന്നമനവും വിദ്യാഭ്യാസ പുരോഗതിയും വിദ്യാഭ്യാസ നേതൃത്വവും അതുകൂടാതെ മതപരമായ ചിട്ടവട്ടങ്ങളും ശക്തമായി കൊണ്ട് നടന്ന് സിസ്റ്റമാറ്റിക്കായി ഒരു 10-11,000-ൽ പരം വിദ്യാഭ്യാസ സ്ഥാപനവും അതുപോലെ നിരവധി ശക്തമായ കേന്ദ്രങ്ങളൊക്കെ ഉള്ള സമസ്ത, ഇവിടെയുള്ള മറ്റു മത സ്ഥാപനങ്ങളിൽ വെച്ച് സമസ്ത ഇന്ന് ഒരു മുസ്ലിം സമുദായത്തിൻ്റെ സാംസ്കാരിക മേഖല പോലെ ആയി തീർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 100-ാം വാർഷികം ഈ വരുന്ന ഫെബ്രുവരിയിൽ നടക്കുകയാണ്. അത് സാധാരണഗതിയിലൂടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും സംസ്ഥയും പാണക്കാടൊക്കെ കഴിഞ്ഞ എല്ലാ വർഷങ്ങളായും ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. എന്തോ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ചില കാര്യങ്ങളിൽ കുറച്ച് കാലങ്ങളായി ചില ചർച്ചകൾ നടക്കുകയാണ്. ഇതൊരിക്കലും പരിഹരിക്കാൻ കഴിയാത്തതല്ല, ഇത് പരിഹരിക്കാൻ സാധിക്കും. അത് ഇവർ വന്ന ഉടനെ ചർച്ച ചെയ്ത് ഓരോ വിഷയങ്ങൾക്കും എന്തൊക്കെ ചെറിയ കാര്യങ്ങൾ ഡിമാൻഡുകളൊന്നും ഇല്ലല്ലോ, പരിഹരിക്കാൻ സാധിക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സമസ്തയുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരികയും വലിയ ആഭ്യന്തര തർക്കത്തിലേക്ക് പോവുകയും സമസ്ത ഒരു പക്ഷേ പിളർപ്പിലേക്ക് തന്നെ പോകുമെന്ന തരത്തിൽ വരെ ചർച്ചകൾ ഉയർന്നു വരുന്നത് അത്രയും സീരിയസ് ആയാണോ കാര്യങ്ങൾ ഉള്ളത്? അല്ല, അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം ഇനി ഒരു വിഭജനത്തിനോ പിളർപ്പിനോ ഈ കേരളീയ സമൂഹം ആഗ്രഹിക്കുന്നില്ല. സമസ്ത പ്രത്യേകിച്ച് അത് ആഗ്രഹിക്കില്ല. കാരണം വിശ്വാസപരമായ കാര്യങ്ങളിലൊന്നും വിശേഷ തർക്കങ്ങളൊന്നും ഇല്ലാതെ ഇനിയും ഇവിടെ നേരത്തെ നിർഭാഗ്യവശാൽ ഒരു പിളർപ്പൊക്കെ നടന്നു. ഇനി അങ്ങനെ ഒരു സംഭവം താങ്ങാനുള്ള കരുത്ത് ഈ കേരളീയ സമൂഹത്തിനില്ല, ഈ സമൂഹം ആഗ്രഹിക്കുന്നില്ല. അതിലേക്കൊന്നും പോകാതെ തന്നെ ഇത്രയും ശക്തരായ ഇപ്പോൾ ലീഗും സമസ്തയും പാണക്കാടൊക്കെ എക്കാലത്തും ഒരുമിച്ച് പോയും ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ പരിഹരിച്ച് പോയി. അതുകൊണ്ട് അങ്ങനെ ഒരു ഘട്ടത്തേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിൽ ഈ സമസ്ത ചർച്ചകൾ ഉയർന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് മുഷാവറ അംഗത്വം വേണം എന്നുള്ളൊരു ഡിമാൻഡ് വരികയും അതിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് പോയി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊരു ഇനമാണോ, ചർച്ചകളിൽ ഒരു പ്രധാനപ്പെട്ട ഇനമാണോ? അയ്യോ, ഒരിക്കലും അല്ല. അങ്ങനെ ഒരു വിഷയം എവിടുന്ന് പൊങ്ങി എന്ന് എനിക്കറിയില്ല. പാണക്കാട് തങ്ങൾക്ക് വേണ്ടി, പാണക്കാടിന് വേണ്ടി ഒരു മുഷാവറ അംഗം കിട്ടാൻ വേണ്ടി ഇവിടെ ചർച്ചപ്പെടുക, അതിൽ ഒരു വിഭജനം വരിക, അതിൽ വിമിഷ്ടം വരിക, അങ്ങനെ സംഭവം ഉദിക്കുന്നേയില്ല. അങ്ങനെ
ചിന്തിച്ചിട്ടേ ഇല്ല. പാണക്കാട്ടിൽ നിന്ന് കഴിഞ്ഞ കാലത്ത് അംഗന്മാർ എല്ലാവരും മുഷാവറയിൽ പോയിട്ടില്ല. ഏറ്റവും കൂടുതൽ 35 കൊല്ലക്കാലം മുസ്ലിം ലീഗിനെ നയിച്ചത് മുഹമ്മദ് ശിഹാബ് തങ്ങൾ. സമസ്തയുടെ ഒരു കമ്മിറ്റി അംഗത്വം ഇല്ലെങ്കിലും സമസ്തയും പാണക്കാടൊക്കെ ചേർന്ന പോക്ക്. അതുപോലെ സാദിഖ് അലി തങ്ങൾ അങ്ങനെ ചിന്തിക്കുകയോ ആഗ്രഹിക്കുകയോ ഏതെങ്കിലും മേഖലയിൽ നിന്ന് അങ്ങനെ ഡിമാൻഡ് വെക്കുകയോ ചെയ്തതായി എനിക്കറിയില്ല. അത് ഒരു ശരി കേട്ടത് ഒരു ശരിയായ വാർത്തയല്ല. ആ ഒരു ഡിമാൻഡേ ഇല്ല. അങ്ങനെ എന്തെങ്കിലും ശക്തമായ ഡിമാൻഡേ അങ്ങനെ ഒരു കേന്ദ്രങ്ങളിൽ നിന്നില്ലേ ഇല്ല. ഇത് ലീഗും സമസ്തയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് കൂടുതലും ചർച്ചകൾ ഉയർന്നു വരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ സമിതി രൂപീകരിക്കുമ്പോഴും ലീഗിൻ്റെയും സമസ്തയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരുമിച്ചിരിക്കുകയാണ്. ഈ ബന്ധം കണ്ടിന്യൂ ചെയ്ത് പോകും, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ട്? ഇല്ല, ഒരിക്കലും ഇവർ ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ ഇപ്പോഴും നിങ്ങളൊക്കെ കാണേണ്ടതെന്നാൽ ശരിക്ക് 2 തങ്ങന്മാരും നിരവധി പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെയൊന്നും ഒരു അശേഷം അനിഷ്ടങ്ങളില്ല. അവിടെ പിൻ ഇഷ്യൂസ് ഇല്ല. അല്ലെങ്കിൽ പണ്ഡിതന്മാർ തമ്മിൽ പലപ്പോഴും പല വേദികൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. മുസ്ലിം ലീഗ് നേതൃത്വവും സമസ്തയുമായി ഇപ്പം പല വേദികൾ ഒരുമിച്ച് പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ മിണ്ടാത്തതോ സംസാരിക്കാത്തതോ ചർച്ച ചെയ്യാത്ത ഒരവസ്ഥ ഇപ്പം ഇല്ല. അങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ അറിവിലും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കാര്യങ്ങളാണ്. വളരെ സ്നേഹത്തിൽ തന്നെയാണ് പോകുന്നത്. ചെറിയ ചെറിയ വിഷയങ്ങൾ കുറച്ചായി ഇങ്ങനെ സംസാരിക്കുന്നതുണ്ട്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ 2 പക്ഷത്തുള്ള സംസ്ഥയിലുള്ളതും ലീഗിലുള്ളതും അങ്ങനെ അല്ലാത്ത ചില പ്രവർത്തകരൊക്കെ തെറ്റിദ്ധരിച്ചോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കുറഞ്ഞു പോയോ എന്നത് കൊണ്ടൊക്കെ അവരൊക്കെ പലതും എഴുതുകയും പറയുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്നെ സംബന്ധിച്ച ഒരു അഭ്യർത്ഥന സ്നേഹപൂർവ്വം പറയാനുള്ളത്, നമുക്ക് ഈ സമ്മേളനം ഗംഭീരമായി തീരണം. അതുപോലെ സാമൂഹ്യമായ എല്ലാ വിഷയങ്ങളും രാഷ്ട്രീയമായുള്ളതും നമുക്കുള്ള ഇന്നുള്ള ഈ ഗൗരവവും ഐക്യവും ഒക്കെ നിലനിർത്താൻ വേണ്ടി നമ്മളാരും തന്നെ, എൻ്റെ പ്രിയപ്പെട്ട ആരും തന്നെ എന്തെങ്കിലും ഇനിയുള്ള ദിവസങ്ങൾ എഴുതുകയോ പറയുകയോ ആർക്കെങ്കിലും തമ്മിൽ സ്നേഹം കുറഞ്ഞു പോകുന്ന അവസ്ഥയോ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുന്ന അവസ്ഥയോ സൃഷ്ടിക്കരുത് എന്ന് ഞാനിങ്ങനെ ഒരു അഭ്യർത്ഥന പോലെ പറയണമെന്ന് തോന്നുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ചകളാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാവുക. അതിലും ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നു. ആ സാമൂഹ്യ മാധ്യമം സത്യത്തിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിന് ഒരുപാട് അനിവാര്യമായ ഒരു അവസ്ഥ തന്നെയാണ്. പക്ഷേ അത് പലർക്കും, അതായത് എഴുതാനും ഓരോ വാക്കുകളുടെ അർത്ഥങ്ങളോ അതിൻ്റെ വ്യാപ്തിയോ മനസ്സിലാവാതെയോ ശ്രദ്ധിക്കാതെ എഴുതിപ്പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വെറും സമസ്ത ലീഗ്, സമസ്ത പാണക്കാട് ഇഷ്യൂവിൽ മാത്രമല്ല, പൊതുവേ ധാരാളം ഈ സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഒരുപാട് വിപത്തുകളുണ്ട്. അത് കഴിഞ്ഞ കാലത്തൊന്നും അതായത് യുവ പണ്ഡിതരോ അല്ലാത്ത ആളുകളോ അങ്ങനെയൊന്നും പ്രതികരിക്കാറില്ല. പക്ഷെ അങ്ങനെയൊക്കെ കുറച്ച് വന്നു പോകുന്നുണ്ട്. അതൊക്കെ ആളുകൾക്ക് ഒരു സ്വിച്ചിട്ട പോലെ ഓഫാക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ 2ൻ്റെയും നേതൃത്വം. അത് പ്രശ്നത്തിലേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും ഈ ഒരു 9 അംഗ സമിതിയിലൂടെ ഈ സമസ്തയിലെ പ്രശ്നങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് കരുതുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കേരളീയ സമൂഹം. ഞാൻ ഇങ്ങനൊരു സമിതി വന്നതിന് ശേഷം എല്ലാ തുറകളിൽ നിന്നും, സമസ്തയിൽ നിന്നും ലീഗിൽ നിന്നും അല്ലാത്ത ചില ചാനൽ ലീഡേഴ്സിൽ നിന്നും അല്ലാത്ത പൊതുസമൂഹത്തിൽ നിന്നും മറ്റ് സഹോദര സമുദായത്തിൽ നിന്നൊക്കെ വിളിച്ചിട്ട് അവർക്ക് അത് തീർക്കൂലേ, തീരാൻ പറ്റൂല, തീരണം. അവരാരും അത് സഹിക്കുന്നില്ല സത്യത്തിൽ. അതായത് ഈ സമ്മേളനത്തിന് മുമ്പ് ഈ തങ്ങളുടെ യാത്രയ്ക്ക് മുമ്പ് തീരുവില്ലെന്ന് ചോദിച്ച് ചാനലിൽ നിന്ന് വിളിച്ചിരുന്നു തന്നെ ഒരാൾ. മറ്റ് ധാരാളം സുഹൃത്തുക്കൾ, ഹൈന്ദവ സഹോദരന്മാർ, മറ്റ് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ഒരുപാട് ആൾ ചോദിക്കുന്നത് ഈ പ്രശ്നം കൈവിട്ടു പോകും. ഒരിക്കലും അങ്ങനെ സംഭവിക്കും. കാരണം അത്രയും ശക്തരായ, കാരണം സമസ്ത എന്ന് പറയുമ്പോൾ ഒരുപാട് ജ്ഞാനികളായ പണ്ഡിതന്മാരാണ് നേതൃത്വം കൊടുക്കുന്നത്. അവർക്കാർക്കും വ്യക്തിപരമായ എന്തെങ്കിലും താല്പര്യങ്ങളോ സ്ഥാനമാനത്തോടുള്ള കാഴ്ചപ്പാടോ ഒന്നുമില്ല. വരാനുള്ള ഇലക്ഷനിൽ എന്തെങ്കിലും നേടണോ ഒന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ കാണുമ്പോഴതോടുകൂടെ അത് തീർക്കാൻ വേണ്ടി നമ്മളൊക്കെ എല്ലാ വിധത്തിലും അവരോടൊക്കെ ചേർന്ന് നിൽക്ക്. കുഞ്ഞാപ്പ എന്ന് പറയുമ്പോൾ വല്ലാതെ മാജിക്കുകൾ കാണിച്ച ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് UDFിലും അല്ലാത്തതും നമ്മൾ നേരിട്ട പലവിധ വിഷയങ്ങൾ നേരിടാൻ കഴിവുള്ള കുഞ്ഞാപ്പയാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. അല്ല, അദ്ദേഹം ഇത് പൂർണ്ണമായി ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. കുഞ്ഞാപ്പ വിചാരിച്ചാൽ തന്നെ നടക്കുമെന്ന് പണ്ഡിതന്മാർ വരെ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എന്തായാലും ഈ 9 അംഗ സമിതി ഈ പ്രശ്നപരിഹാരത്തിന് നല്ലതായി തന്നെ അല്ലെങ്കിൽ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഈ 9 അംഗ സമിതിയിലെ അംഗവും അതോടൊപ്പം തന്നെ സമസ്ത ലീഗ് ചർച്ചകളിലെ സ്ഥിര മധ്യസ്ഥൻ കൂടിയായ സഫാരി സൈനാബ്ദീൻ പങ്കുവയ്ക്കുന്നത്. മുഷ്താഖിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.